മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റു മരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കുകയാണ്, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം. ഏകദേശം 8:30 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടായത്. 3 പേർക്കാണ് ഷോക്ക് ഏൽക്കുന്നത്. പന്നിയെ പിടിക്കാനായി വെച്ച വൈദ്യുത കെണിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ. അനധികൃതമായാണ് ഇത്തരത്തിൽ പന്നിയെ പിടിക്കാനായി വൈദ്യുത വേലി സ്ഥാപിച്ചത്. അവിടെ വൈദ്യുത വേലി ഉണ്ട് എന്നറിയാതെ വിദ്യാർത്ഥികൾക്ക് ഷോക്ക് ഏൽക്കുകയായിരുന്നു. ഈ ഷോക്കേറ്റ ഉടനെ തന്നെ 3 പേരിൽ ഒരാൾ ജിത്തു എന്ന അനന്തു, 15 വയസ്സാണ് ജിത്തുവിന്, വഴിക്കടവ് സ്വദേശിയാണ്. ജിത്തു മരിച്ചു. ബാക്കി 2 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. എം സ്വരാജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ എം സ്വരാജ് സംസാരിക്കുകയും ചെയ്തു മാധ്യമങ്ങളോട്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് എം സ്വരാജ് ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ അനധികൃതമായി ആണോ ഈ കമ്പിവേലി സ്ഥാപിച്ചത്, അതിൽ വൈദ്യുതി കടത്തിവിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ അന്വേഷിക്കണം എന്നും എം സ്വരാജ് നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം വഴിക്കടവിൽ ഇന്ന് വൈകിട്ട് 8:30 ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. മീൻ പിടിക്കാനായി പോയ 3 വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ പന്നിയെ പിടിക്കാനായി ഏർപ്പെടുത്തിയ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നത്. ഷോക്കേറ്റ ഒരു വിദ്യാർത്ഥി മരിച്ചു. വഴിക്കടവ് സ്വദേശി 15 വയസ്സുകാരനായ അനന്തു എന്ന ജിത്തു ആണ് മരിച്ചത്. ഈ ജിത്തുവിൻ്റെ കൂട്ടുകാരായ യദുകൃഷ്ണൻ, ഒപ്പം ഷാനു വിജയ്. യദുകൃഷ്ണൻ 23 വയസ്സ്, ഷാനു വിജയ് 17 വയസ്സ് എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു LDF സ്ഥാനാർത്ഥിയായ എം സ്വരാജ്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് എം സ്വരാജ്. ഷാനു അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. യദുവിൻ്റെ ആരോഗ്യത്തിനും വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്നു. നൃപൻ ചക്രവർത്തി ഇത് ആശുപത്രിയുടെ മുൻപിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. നൃപൻ, എം സ്വരാജ് ഈ സംഭവം അറിഞ്ഞ ഉടനെ അവിടെ എത്തുകയായിരുന്നു. തീർച്ചയായും വിനിഷ, വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ആശുപത്രിയിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള നിലമ്പൂരിൽ മത്സരിക്കുന്ന എം സ്വരാജ് തന്നെ നേരത്തെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹം അല്പം നിമിഷങ്ങൾക്ക് മുമ്പാണ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയത്. മറ്റ് 2 കുട്ടികളുടെയും അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് എം സ്വരാജ് പറയുന്നത്. അദ്ദേഹം ആശുപത്രിയിൽ അകത്ത് പോയി ഈ കുട്ടിയെ, ഇവിടെ തന്നെ ജില്ലാ ആശുപത്രി ചികിത്സയുള്ള കുട്ടിയെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണ സോളാർ ഫെൻസിംഗ് ആണ് സാധാരണ സ്ഥാപിക്കേണ്ടത്. ഇത് സോളാർ ഫെൻസിംഗ് ആണോ, മറിച്ച് ഇലക്ട്രിസിറ്റി തന്നെ KSEBയുടെ എന്തെങ്കിലും അനധികൃതമായി ഇലക്ട്രിസിറ്റി തന്നെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടത്. ഇത് സംബന്ധിച്ച് അനധികൃതമായി എന്തെങ്കിലും സാധനം നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നതാണ് എം സ്വരാജ് നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. എം സ്വരാജ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. എം സ്വരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് താങ്കൾ തന്നെ ആവശ്യപ്പെട്ടത്. ഈ പ്രഥമദൃഷ്ടിയെ എന്താണ് ബോധ്യപ്പെടുന്നത്? തീർച്ചയായും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ കുറേ ഊഹാപോഹങ്ങൾ അങ്ങനെയൊക്കെയാണ് വരിക. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 2 കുട്ടികളാണ്. അതിലൊരു കുട്ടിയാണ് മരണപ്പെട്ടത്. ജിത്തു എന്നൊരു കുട്ടിയാണ് മരണപ്പെട്ടത്. മറ്റൊരു കുട്ടി അപകടനില തരണം ചെയ്തു. ഇപ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളില്ല, എന്നാലും ഒബ്സർവേഷനിൽ തുടരുകയാണ്. ഷാനു എന്നൊരു കുട്ടി, ആ കുട്ടിക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല. ആ കുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത്. കാരണം ഈ അപകടത്തിൽപ്പെട്ട ആൾ എന്ന നിലയ്ക്ക് അവർക്കായിരിക്കുമല്ലോ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക. കുട്ടി പറഞ്ഞത് ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് അവർ എല്ലാവരും കൂടി മീൻ പിടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ മീൻ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ, ആ തോടിൻ്റെ കരയിൽ അവിടെ ചെറിയ പുല്ലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അത് ഇവർ കണ്ടില്ല. അപ്പോൾ അബദ്ധത്തിൽ അതിൽ തട്ടി അങ്ങനെ ഷോക്കടിക്കുകയാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ലൈനോ മറ്റോ പൊട്ടി വീണതാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. മറ്റെന്താണെന്നുള്ളത് കുട്ടിക്കറിയില്ല. പിന്നെ ഈ പന്നിയെ പിടിക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്നും അനധികൃതമായിട്ട് കമ്പി കൊളുത്തിയിട്ടതായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിൽ പറയപ്പെടുന്നത്. അങ്ങനെ ആവാം, പക്ഷെ അത് ഗൗരവമായി അന്വേഷണം നടത്തി സ്ഥിരീകരിക്കേണ്ടതാണ്. അത് നമ്മൾ ബാക്കി ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം സംഭവം, പക്ഷെ നമുക്ക് ആധികാരികമായി പറയാനാവില്ല എന്ന് മാത്രം. മുൻപും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്.
ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ചില സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുള്ളത് കൊണ്ട് ഇതും അങ്ങനെ തന്നെ ആവാമെന്ന് ഊഹിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഊഹങ്ങളാണ്. നമ്മളിപ്പം പുറത്ത് പറഞ്ഞു കേൾക്കുന്ന ഈ സോളാർ ഫെൻസിംഗിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഒരു ഷോക്കേറ്റ് മരിക്കുന്ന അപകടം ഉണ്ടാവും. ഇല്ല, ഫെൻസിങ്ങിൽ അതിന് സാധ്യതയില്ല. കാരണം അത് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കില്ല എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ വൈദ്യുതിയുടെ അളവും അത് ഇടവിട്ട് വൈദ്യുതി കടന്നു പോകുന്ന രീതിയുമൊക്കെ വന്യജീവികളും ഫെൻസിങ്ങിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ പോകാറില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ മാത്രമാണുള്ളത്. അപ്പോൾ അതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മുൻപും ചില ദുരന്തങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ആളുകൾ പന്നിയുടെ കെണി എന്ന് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കാം. അത് ഏതായാലും ഗൗരവമായി അന്വേഷണം നടത്തണം. ഇത് മനുഷ്യജീവൻ അപകടത്തിലാവുന്ന വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഏതായിരുന്നാലും അന്വേഷണം നടത്തി എന്താണ് എന്ന് സ്ഥിരീകരിച്ച് ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഗൗരവമായി തന്നെ ഈ കാര്യം അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. തികച്ചും ദൗർഭാഗ്യകരവും വേദനാജനകമായ സംഭവമാണ്. പക്ഷേ ഈ സംഭവത്തിൽ പോലും പുറത്ത് UDF പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ പോലും സംഘടിതമായി അങ്ങനെ ഏറ്റെടുക്കാൻ അങ്ങനെ ചെയ്യാമോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. പക്ഷേ ഈ സംഭവത്തിൽ പോലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുമൊക്കെ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ആർക്കും അവകാശമുണ്ട്. ഞാനതിനൊന്നും എതിരല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദുരന്തബാധിതരോടൊപ്പം നിൽക്കുക, ആ ദുഃഖം പങ്കുവയ്ക്കുക, എന്താണ് എന്ന കാര്യം സ്ഥിരീകരിക്കത്തക്ക വിധം ഗൗരവതരമായ പരിശോധനകൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുക. എന്നാൽ ആ സമയത്ത് ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ ആഘോഷിച്ച് കളയാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു മുതലെടുപ്പ് നടത്തിക്കളയാമെന്ന് ചിന്തിക്കുന്നത് സാധാരണ നിലയിൽ നമ്മുടെ വിവേകമുള്ള മനുഷ്യർ ചെയ്യുന്നൊരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഏത് കാര്യത്തെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന നിലയിൽ ചിലരൊക്കെ ചിന്തിക്കുന്നു എന്ന് തോന്നുന്നു. ദുരന്തങ്ങളെയും മരണങ്ങളെയും ഒന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്. ഇതിപ്പോൾ ആരുടെ വീട്ടിലും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ്. അപ്പോൾ നമ്മൾ ആ ദുരന്ത ബാധിതരോടൊപ്പം നിൽക്കുകയും ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയുമാണ് ചെയ്യേണ്ടത്. അതിന് റോഡ് ഉപരോധിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെയോ മറ്റോ ഒരു വീഴ്ച പറയാനാവില്ല. ഇതൊരു കുറ്റകൃത്യമാണ്. ഇവരാരോപിക്കുന്നത് പന്നിക്ക് കെണി വെച്ചതാണെന്ന് പറയുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. മുൻപും അങ്ങനെയാണ്. ഇപ്പോൾ UDF ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള അപകടം നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് UDF LDF എന്നൊന്നുമില്ല. ഇത് അനധികൃതമായി നടത്തുന്ന ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ടുള്ള കർശന നടപടി സ്വീകരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇതിന് ഏത് തരത്തിലാണ് റോഡ് തടഞ്ഞാൽ പരിഹാരമാവുക, എന്തിനു വേണ്ടിയാണ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ചോദിച്ചാൽ അത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതിനിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒറ്റ ഉത്തരവുള്ളൂ, ഉപതെരഞ്ഞെടുപ്പിനെ ഇങ്ങനെയൊക്കെ നേരിടുന്നു എന്നതാണ്. അതൊന്നും നമ്മുടെ ഒരു കാലത്തിനും നമ്മുടെ സമൂഹത്തിനും ചേർന്നതല്ല എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഒരു കുട്ടി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയും ഒരാൾ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണ്. അപ്പോൾ മതിയായ ചികിത്സ നൽകുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി ബന്ധപ്പെടുകയോ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചതേ ഉള്ളൂ. പാലാട്ടെ കുട്ടിയുടെ കാര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഞാൻ കുട്ടിയുമായി തന്നെ സംസാരിച്ചു, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു. എല്ലാം മതിയായ പരിചരണം കൊടുക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട പരിഗണന, ഏറ്റവും മെച്ചപ്പെട്ട ഒരു വൈദ്യസഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ആ കാര്യമെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചികിത്സാ സൗകര്യം ഒരുക്കുന്ന ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച പരിശോധനയും നടത്തി കർശന നടപടി വേണം. അതെ, അന്വേഷണം നടത്തണം. സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കും. അത് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ഇതിൽ സംശയിക്കപ്പെടുന്നത് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവണം. അത് നമുക്ക് സമൂഹത്തിലൊരു പാഠമായി മാറണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനാവുക. തീർച്ചയായും വിനിഷ, M സ്വരാജാണ് നമുക്കിപ്പം ഇപ്പോൾ ചേർന്നത്. അദ്ദേഹം ആശുപത്രിയിൽ ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ എത്തിച്ചേർന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ മതിയായ ചികിത്സയാണ് ആദ്യഘട്ടത്തിൽ ഉറപ്പാക്കേണ്ടത്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ട നടപടിയും ഒപ്പം വേണം. അദ്ദേഹം ആശുപത്രിയിലെത്തി ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന കുട്ടിയെ നേരിട്ട് കണ്ടു. ആ കുട്ടിയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആ കുട്ടി തന്നെ പറഞ്ഞ കാര്യമാണ് M സ്വരാജ് നമുക്ക് മുന്നിൽ പങ്കുവച്ചത്. ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് തിരിച്ച് കയറുന്ന വഴിക്ക് ഇങ്ങനെ ഈ കമ്പിയിലേക്ക് കാല് തട്ടി, അതിനിടയ്ക്കാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ്. ഇത് പിന്നെ ഫെൻസിങ്, സോളാർ ഫെൻസിങ് ആണോ, മറിച്ച് അനധികൃതമായി ഇങ്ങനെ
പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി വച്ച കുരുക്കാണോ എന്ന കാര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരവും ദുഃഖകരമായ സംഭവമാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നടപടി കർശനമായി ഉണ്ടാകേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണം. ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി വേണം എന്നാണ് എം സ്വരാജ് ആവശ്യപ്പെട്ടത്. മറ്റൊരു കാര്യം, ഇത് സംബന്ധിച്ച് അടിയന്തരമായി ചെയ്യേണ്ടത് അവർക്ക് ചികിത്സയാണ്. ഒരു കുട്ടി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണുള്ളത്, മറ്റൊരു കുട്ടി പിന്നെ സ്വകാര്യ ആശുപത്രിയിലും. ആ കുട്ടിയുടെ രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു പ്രശ്നങ്ങളുമില്ല. ആ കുട്ടിയോടാണ് അല്പം മുമ്പ് എം സ്വരാജ് സംസാരിച്ചത്. മറ്റൊരു വിഷയം, ഇത്തരത്തിൽ ഇങ്ങനെ ആപത്ഘട്ടങ്ങളിൽ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു മുതലെടുപ്പ് അല്ല നടത്തേണ്ടത്. ആ കാര്യത്തിൽ അവർക്കൊപ്പം നിൽക്കുക എന്നാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. ആ കാര്യമാണ് എം സ്വരാജ് അല്പം മുമ്പ് പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനൊരു അപകടമുണ്ടായി, ആ അപകടവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോ ഇത് ബന്ധപ്പെട്ടവർക്കോ ഒരു അനാസ്ഥ ഇത് സംഭവവുമായി ബന്ധപ്പെട്ടില്ല. മറിച്ച് അനധികൃതമായി ആ പന്നിക്ക് വേണ്ടിയിട്ടുള്ള കുരുക്ക് വച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റക്കാരാണ്. ആ കുറ്റക്കാർക്കെതിരെയാണ് നടപടി വേണ്ടത്. അതിനെതിരെ കർശന നടപടി ഉണ്ടാവും. അതിനുവേണ്ടി എന്താണ് റോഡ് ഉപരോധിക്കുന്നത് എന്നാണ് എം സ്വരാജ് ചോദിച്ചത്. തീർച്ചയായും ന്യായമായി വരേണ്ട ഒരു ചോദ്യമാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കടക്കുന്ന ഘട്ടമാണ്, അതുകൊണ്ട് ഏത് വീണ് കിട്ടുന്ന അവസരത്തെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും ഈ ബന്ധപ്പെട്ടവർ ചെയ്തത്. അതൊരിക്കലും ആശാസ്യമായ കാര്യമല്ല. കാരണം വീട്ടിലെ വളരെ മാതാപിതാക്കളുടെ പ്രതീക്ഷയായ കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. അത് നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ ദൗർഭാഗ്യകരവും ദുഃഖകരമായ സംഭവത്തിൻ്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ റോഡ് ഉപരോധിക്കുന്നത് എന്താണ് എന്ന ന്യായമായ ചോദ്യമാണ് എം സ്വരാജ് ചോദിച്ചത്. പക്ഷേ നമുക്ക് അവസാനമായി അപ്ഡേറ്റ് ചെയ്യേണ്ട രണ്ട് കുട്ടികളുടെയും സ്ഥിതി ഗുരുതരമായ അവസ്ഥയല്ല. ആ കുട്ടി സംസാരിച്ചു. ഇപ്പോൾ ജില്ലാ ആശുപത്രിയുടെ മുന്നിലാണ് എം സ്വരാജും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ജനങ്ങളുമൊക്കെ തടിച്ചുകൂടിയിട്ടുള്ളത്. മറ്റൊരു കുട്ടി സ്വകാര്യ ആശുപത്രിയിലാണ്. ആ കുട്ടിയും ആരോഗ്യനില ഈ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ ഉണ്ടാകും എന്നതാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിൽ ഈ അനധികൃതമായി ഈ പന്നിയെ കുരുക്കുന്നതിന് വേണ്ടി, കാട്ടുപന്നിയെ ദൗർഭാഗ്യകരവും ദുഃഖകരമായ സംഭവത്തിൻ്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ റോഡ് ഉപരോധിക്കുന്നത് എന്താണ് എന്ന ന്യായമായ ചോദ്യമാണ് എം സ്വരാജ് ചോദിച്ചത്. പക്ഷേ നമുക്ക് അവസാനമായി അപ്ഡേറ്റ് ചെയ്യേണ്ട രണ്ട് കുട്ടികളുടെയും സ്ഥിതി ഗുരുതരമായ അവസ്ഥയല്ല. ആ കുട്ടി സംസാരിച്ചു. ഇപ്പോൾ ജില്ലാ ആശുപത്രിയുടെ മുന്നിലാണ് എം സ്വരാജും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ജനങ്ങളുമൊക്കെ തടിച്ചുകൂടിയിട്ടുള്ളത്. മറ്റൊരു കുട്ടി സ്വകാര്യ ആശുപത്രിയിലാണ്. ആ കുട്ടിയും ആരോഗ്യനില ഈ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ ഉണ്ടാകും എന്നതാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിൽ ഈ അനധികൃതമായി ഈ പന്നിയെ കുരുക്കുന്നതിന് വേണ്ടി, കാട്ടുപന്നിയെ കുരുക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ലൈനിൽ നിന്ന് തന്നെ അനധികൃതമായി വൈദ്യുതി എടുത്തിട്ടാണോ ഇത് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മറ്റത് സോളാർ ഫെൻസിങ്ങിൽ നിന്ന് ആണ് എങ്കിൽ സാധാരണ പരിക്കേറ്റ് അങ്ങനെ മരണപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് അനധികൃതമായി എന്തോ നടന്നിട്ടുണ്ട് എന്ന കാര്യം പ്രഥമദൃഷ്ട്യാ സൂചനയുള്ള കാര്യമാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് എന്നതാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള എം സ്വരാജ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. നിരീക്ഷ നിർഭൻ ചക്രവർത്തിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ മുൻപിൽ നിന്ന് തത്സമയം വിശദാംശങ്ങൾ പങ്കുവച്ചത്. അവിടെ ഒരു വിദ്യാർത്ഥിയാണ് ഈ ഷോക്കേറ്റ് പരുക്കേറ്റ ഒരു വിദ്യാർത്ഥിയാണ് ചികിത്സയിലുള്ളത്. ഷാനു വിജയ്. ഷാനുവായിട്ട് എം സ്വരാജ് സംസാരിച്ചിരുന്നു എന്ന് എം സ്വരാജ് തന്നെ പറയുന്നു. നിലവിൽ ഷാനുവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാരും പറഞ്ഞതായാണ് എം സ്വരാജ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഇപ്പോൾ ആ പരുക്കേറ്റ രണ്ടുപേരുടെ ചികിത്സയ്ക്ക് പ്രാഥമിക കാര്യങ്ങളാണ് ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന് എം സ്വരാജ് പറയുകയുണ്ടായി. പ്രാഥമികമായി അവരുടെ ചികിത്സ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സയെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. നിലവിൽ ഗുരുതരാവസ്ഥയിലല്ല രണ്ടുപേരുടെയും ആരോഗ്യനില. അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് ആശുപത്രികളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുടെ രീതി ആശ്വാസകരമല്ല എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് എം സ്വരാജ്. ഏതായാലും നിർഭൻ ചക്രവർത്തി നൽകുകയായിരുന്നു വിശദാംശങ്ങളും. മലപ്പുറം വഴിക്കടവിലാണ് വൈകിട്ടോടുകൂടി ദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു. വഴിക്കടവ് സ്വദേശിയായ ജിത്തു 15 വയസ്സാണ് മരിച്ചത്. മറ്റു 2 പേർ ചികിത്സയിൽ തുടരുകയാണ്.